ഇല്ലാത്തത് ഒരെണ്ണത്തിനെ ഉണ്ടാക്കി അതിനെതിരെ ഫൈറ്റ് ചെയ്യൽ അല്ല യുക്തിവാദം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയേണ്ടായി. ചങ്കൂറ്റം ഉണ്ടാവണം. ഒരു ബിഷപ്പ് എന്നോട് ചോദിച്ചു, എടപ്പള്ളി പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒരു ബിഷപ്പ് അച്ഛന്മാരുടെ മുമ്പിൽ ചോദിച്ചു, ഗോപാലകൃഷ്ണ, നമ്മൾ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കല്ലേ, ഗോപാലകൃഷ്ണൻ സാറേ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുക, എല്ലാവരും അങ്ങനെയാണോ വിളിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഈ ബ്രഹ്മാവ് 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 എന്ന് പറയുന്ന മാവ് ഏതാണ്? സെൻറ്റ് ജോർജ് പള്ളിയിലെ അച്ഛൻ ചോദിക്കേണ്ട സ്റ്റാൻഡേർഡിലല്ല അങ്ങ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. ബ്രഹ്മാവ് 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 എന്ന് പറയുന്ന മാവ് കുർബാന 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 എന്ന ആനയ്ക്ക് മതമിളകുമ്പോൾ കെട്ടാനുള്ള മാവാണ്. അപ്പോൾ ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരച്ഛൻ ചോദിച്ചു, അങ്ങക്ക് കുരിശിനോട് എന്താണ് ഇത്രയും അധികം ദേഷ്യം? എനിക്കറിയാം, ഞാൻ ഇംഗ്ലണ്ടിൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. ഒരു മതത്തിനെയും അവഹേളിക്കാൻ പറയല്ല, ഒരച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കോട്ട് ചെയ്ത് പറയാം. ഇതിനകത്ത് ആരെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കുരിശിനോട് എന്താണ് ഗോപാലകൃഷ്ണൻ ഇത്രയധികം ദേഷ്യം? എനിക്ക് കുരിശിനോട് ഒരു ദേഷ്യവും ഇല്ല അച്ചോ. കുരിശിനോടെന്നല്ല, ഈ ലോകത്തിലെ ഒരാളോടും, ഒരു പണിക്കരോട് പോലും എനിക്ക് ദേഷ്യമില്ല. പിന്നെയാണോ ബാക്കിയുള്ളവരോട്? ഒരാളോട് എനിക്ക് ദേഷ്യമില്ല. കാരണം എല്ലാം ഭാരതത്തിൻ്റെ പ്രിയ മക്കളാണ്. അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസൽമാനായാലും ആ രാജ്യത്തിൽ ജനിച്ച് ആ രാജ്യത്തിൽ വളർന്ന് ആ രാജ്യത്തിൽ മരിക്കേണ്ടവർ അവർ ഹൈന്ദവ രക്തമുള്ളവരാണ്. അവരാരും ഇസ്രായേലിൽ നിന്ന് വന്നവരല്ല, അവരാരും മക്കയിൽ നിന്ന് വന്നവരല്ല, അവരാരും മോസ്കോയിൽ നിന്ന് വന്നവരല്ല, ചൈനയിൽ നിന്ന് വന്നവരല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ കുരിശിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭാരതീയ സംസ്കാരത്തിൽ അങ്ങയോടൊരു ചോദ്യം ചോദിക്കാം. ആരാധ്യനായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആ തോക്ക് ഈ സ്റ്റേജിൽ ഒരു തൂശനിലയിൽ ഞാൻ വെച്ച് നിങ്ങളുടെ കയ്യിൽ പൂ തന്ന് ആ തോക്കിലേക്ക് പൂടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇടുവോ? മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന പിസ്റ്റള് പൂജിക്കണമെന്ന് പറഞ്ഞാൽ പൂജിക്കുകയോ അച്ചോ? ഒരു ചോദ്യം ചോദിച്ചു. അത് ബൈബിള് പ്രകാരം അങ്ങനെയാണ്. അതവിടെ ഇരിക്കുക. 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നേ? ആ ദൈവപുത്രനും പവിത്രനും അവതാരവും ഋഷി തുല്യനുമായ യേശുദേവൻ്റെ രക്തം വീഞ്ഞ് എന്ന പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുക? ആ ശരീരം അപ്പം എന്ന പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുക? അതുപോലെ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മന്ത്രമുണ്ട്, ജ്യോതിഷ് ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. സൂര്യന് പോലും വിളക്ക് വെച്ച ഭാരതീയർ ആ കേക്കിൽ 10, 20, 50, 40 മെഴുകുതിരി കത്തിച്ച് വെച്ച് തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച് ജ്യോതിർമാ തമസോഗമയ എന്ന് പ്രവർത്തിച്ച് ഊതിക്കെടുത്തേണ്ട ആവശ്യമുണ്ട് അച്ചോ. എന്തിനാ ഊതിക്കെടുത്തുന്നത്? അമേരിക്കക്കാർ ഊതിക്കെടുത്തുന്നത് കൊണ്ടാണ്. അമേരിക്കക്കാർ ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ തലകുത്തിയാണ് നിൽക്കുന്നത്. നിങ്ങൾ തലകുത്തി നിൽക്കണോ? അമേരിക്കയിൽ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്തിനാ കേരളത്തിൽ കുട പിടിക്കുന്നേ? നമുക്ക് നമ്മുടെ ഒരു സംസ്കാരം ഇല്ലേ? ആ യേശുദേവൻ കുരിശിൽ ആണിയടിച്ചു വേദന കൊണ്ട് ഏലി ഏലി ലമാ സബക്താനി, അല്ലയോ ദൈവമേ അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് ആ വേദനയോടുകൂടി നിലവിളിച്ച ആ ദൈവപുത്രനെ ആണിയടിച്ച കുരിശ് നിങ്ങൾ കഴുത്തിലിടുന്നത് കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്. അതൊന്ന്. ഇനി വക്രമായിട്ടാണ് ചോദിച്ചതെങ്കിൽ അതിന് വക്രമായിട്ടൊരു ഉത്തരവുമുണ്ട്. അങ്ങേര് കുരിശിൽ കിടന്ന് മരിച്ചതുകൊണ്ട് ആ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നു. അങ്ങേരെങ്ങാനും കട്ടിലിൽ കിടന്നാൽ മരിച്ചെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? എന്തു ചെയ്യും? വെറുതെ ഞാൻ ചോദിച്ചതാ. അപ്പോൾ വേറൊരു ബിഷപ്പ് പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള ചോദ്യം ഗോപാലകൃഷ്ണനോട് ചോദിക്കേണ്ട. ഞാൻ ആ ബിഷപ്പിനോട് പറഞ്ഞു, വൈകുന്നേരം 6:30 മണിക്കാണ് എളമക്കരയിൽ എനിക്ക് ക്ലാസ് ഉള്ളത്. അത്ര വരെ നിങ്ങൾ ഏത് ചോദ്യം വേണമെങ്കിൽ ബൈബിളിനെ കുറിച്ച് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം. ഏത് അധ്യായത്തിലാണ് ഉള്ളതെന്നും കൂടി പറയാം, ഏത് ഭാഗത്തിലാണെന്നുള്ളതും കൂടി പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ എന്നെ വിസിലടിക്കുകയോ കൂവോ ചെയ്തോളാൻ പറഞ്ഞു. ഏതായാലും വേണ്ട ഗോപാലകൃഷ്ണൻ, വേദിക് എക്കോളജിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. വേദിക്
എക്കോളജി. പിന്നെ ഞാൻ അവിടെ ക്ലാസ് എടുത്തത് വേദിക് എക്കോളജിയാണ്. ഇത് തന്നെയാണ് നിലയ്ക്കൽ പള്ളിയിലും എടുത്തത്. വിഷയം മാറിപ്പോയതല്ല. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമായ ഈ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും ഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതായതുകൊണ്ട് മാത്രമാണ് സനാതനധർമ്മം ഇന്നും മരിക്കാത്തത്. ആ ധർമ്മം ആഹ്വാനം ചെയ്തു, ഉദ്ധരേത് ആത്മനാത്മാനം, അവനവൻ ഉദ്ധരിക്കുക, ന ആത്മാനം അവസാദയേത്, അവനവൻ അപകീർത്തിപ്പെടുത്താതിരിക്കുക. അവനവൻ്റെ കുടുംബത്തെയും അവനവൻ്റെ സംസ്കാരത്തെയും അവനവൻ്റെ സമൂഹത്തെയും അവനവൻ്റെ രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ബന്ധു നമ്മൾ തന്നെയാണ്. നമ്മളുടെ ശത്രുക്കളും ആത്മൈവ രിപുരാത്മന, നമ്മളുടെ ശത്രുക്കളും നമ്മളായി തീരാതിരിക്കട്ടെ. ഭഗവത്ഗീത 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപദേശിച്ചു, അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. നമ്മളുടെ പാപത്തിന് വേണ്ടി വേറൊരാൾ ആത്മഹത്യ ചെയ്യില്ല. പാപം ട്രാൻസ്ഫറബിൾ അല്ല. അതുപോലെ വിശപ്പ് ട്രാൻസ്ഫറബിൾ അല്ല, ദാഹം ട്രാൻസ്ഫറബിൾ അല്ല. KSRTC ടിക്കറ്റും പിന്നെ എങ്ങനെ എൻ്റെ പാപത്തിന് വേണ്ടി വേറൊരാൾ കുരിശിലേറും? ഞാൻ പാപിയല്ല, ഞാൻ എന്ത് പാപാ ചെയ്തേക്കണത്? ആദവും അവ്വയും BC 4012 ഒക്ടോബർ മാസം 4-ാം തീയതി വൈകുന്നേരം അവർ സാത്താൻ പറഞ്ഞത് കേട്ടുവെങ്കിൽ തൂക്കിക്കൊല്ലേണ്ടത് അവരെയാണ്, എന്നെ അല്ല. അവരുടെ ആദിപാപം എന്നിലേക്ക് വരേണ്ട കാര്യം എന്തിരിക്കുന്നു? അതുകൊണ്ട് ഓർമ്മിക്കുക, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമൃതസ്യ പുത്ര, അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രന്മാരെ, ആയേ ധാമാനി ദിവ്യാനി തസ്തു, അമരത്വത്തിൻ്റെ പുത്രന്മാരെ. ദിവ്യങ്ങളായ സംഗീതം ജഗദീശ്വരനെ വിവരിക്കാനായിട്ട് ആലപിക്കാം. അങ്ങനെ പറഞ്ഞൊരു രാഷ്ട്രം, ആ രാഷ്ട്രം മരിക്കില്ല. ആ രാഷ്ട്രം എന്നും നിലനിൽക്കും. നേരത്തെ പറഞ്ഞ പോലെ 10 അവതാരങ്ങൾക്ക് വരാൻ ജഗദീശ്വരൻ തിരഞ്ഞെടുത്ത ഭൂമിയാണ് ഭാരതം. ഭാവ രാഗ താളമുള്ള രാഷ്ട്രം, ഭാവരാഗ താളമുള്ള രാഷ്ട്രം. ആ രാഷ്ട്രം ലോകത്തോട് അഭ്യർത്ഥിച്ചു, ലോകത്തോട് നിർദ്ദേശിച്ചു, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ. സർവേ സന്തു നിരാമയ, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും മംഗളകരമായി ജീവിക്കട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ദുഃഖിക്കുന്നവരായിട്ട് 686.5 കോടി ജനതയിൽ ഒരാൾ പോലും ദുഃഖിക്കുന്നവരായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ, നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെവിടെയുണ്ടെങ്കിലും അത് കമ്മ്യൂണിസത്തിലോ അല്ലെങ്കിൽ ഖുറാനിലോ ബൈബിളിലോ ഇസ്വസ്തിയായിലോ ധർമ്മപാതയിലോ ഷേക്സ്പിയർ എഴുതിയതിലോ വില്യം വേർഡ്സ്വർത്ത് എഴുതിയതിലോ ലോകത്തിലെവിടെ നന്മ നിറഞ്ഞ ചിന്താധാരകൾ ഉണ്ടായാലും അത് എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഭാവ രാഗ താളമുള്ള ഭാരതം, ഭാവ രാഗ താളമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ 10,000 വർഷത്തെ പൈതൃകത്തിൻ്റെ അവകാശികളായ ഹൈന്ദവ ജനതയെ അഭിസംബോധന ചെയ്ത് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു മന്ത്രം, അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രന്മാരെ ജയിക്കുക, വാണരുളുക, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനത, ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ
സമാനോ മന്ത്ര സമിതി സമാനേ സമാനം മനസഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാജുഹോമി സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാവ സുസഹാസതി. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം, ഉള്ളു തുറന്ന് സംസാരിക്കാം, ജഗതീശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാം. ഒരേ മനസ്സ്, ഒരേ വീക്ഷണം, ഒരേ പ്രാർത്ഥന, ഒരേ ചിന്തകളുള്ളവരായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കുറേ കാലങ്ങൾക്ക് മുമ്പ് നാസായിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടി. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് 36 മൈൽ ദൂരത്തിൽ നാസായിൽ പോയപ്പോൾ അറിഞ്ഞത് അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരിൽ അനവധി ശാസ്ത്രജ്ഞന്മാർ വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ് റിസർച്ച് നടത്തുന്നത്. അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന് ആവേശകരമായിരുന്നത് ഭഗവത്ഗീതയാണ്. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺഹീമർക്ക് ആവേശമായിരുന്നത് ഭഗവത്ഗീതയാണ്. USSRലെ പഴയ പ്രസിഡന്റ് ഗോർബച്ചേവ് നിരന്തരം കോട്ട് ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്. കമ്പ്യൂട്ടറിന് ഏറ്റവും പറ്റിയ ഭാഷയായിട്ട് നമ്മുടെ സംസ്കൃതത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോക ജനത വേദഗണിതത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഭാരതത്തിലെ സംഗീതം, ഭാരതത്തിലെ നൃത്തം, ഭാരതത്തിലെ സംഗീത ഉപകരണങ്ങൾ, ഭാരതത്തിലെ ആചാരങ്ങൾ, ഭാരതത്തിലെ അനുഷ്ഠാനങ്ങൾ, ഭാരതീയ വീക്ഷണങ്ങൾ, ഭാരതത്തിലെ ആയുർവേദം, ഭാരതത്തിലെ യോഗ, ലോക ജനത 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാനും നിങ്ങളും സ്വാമി വിവേകാനന്ദൻ്റെ വരി കൂടി ഓർക്കുക. ലാസ്റ്റായിട്ട് സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് അമേരിക്കയിലെ പത്രപ്രതിനിധികൾ പറഞ്ഞു, വൈ ആർ യു ബ്രിങ്ങിങ് യുവർ ബ്ലാക്ക് മാജിക്, യുവർ ലീജിയൻ ആൻഡ് യുവർ സൂപ്പർസ്റ്റിഷൻ ടു അവർ കൺട്രി. അതിന് സ്വാമി വിവേകാനന്ദൻ കൊടുത്തൊരു മറുപടിയുണ്ട്. ഭാരതീയരായി ജനിച്ച ഇതിനകത്തുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഓർമ്മിക്കണം. വിവേകാനന്ദൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അനാർബറിൽ വെച്ച് വിളിച്ചില്ല, മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ തിങ്. 20th century belongs to you Americans. 20th century belongs to you Americans, whereas 21st century belongs to we Indians. 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരുടേതാണ്, 20ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാർ. അന്വർത്ഥമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഭിമാനത്തോടു കൂടി പറയണം, 2000 വർഷങ്ങളായിട്ട് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഒരേ ജനത എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു. 2000 വർഷമായിട്ട് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഒരു ജനത അഭിമാനത്തോടു കൂടി പ്രാർത്ഥിച്ചിരുന്നു. നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥന ഇസ്രായേലിൻ്റെ പുണ്യഭൂമിയിലാകണമേ എന്ന്. ആ പ്രാർത്ഥന 1960 വർഷങ്ങൾക്ക് ശേഷം സഫലമായി. 1960 വർഷങ്ങൾക്ക് ശേഷം സഫലമായി. ആ പ്രാർത്ഥന നിങ്ങൾക്കും വേണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാവട്ടെ, കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJPയോ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതിൽ തന്നെ തുടരുക, മാറാതെ തുടരുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. നേരത്തെ പ്രാർത്ഥിച്ച പോലെ ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും പരമപവിത്രമായ ഭാരതമാതാവിൻ്റെ മടിത്തട്ടിൽ ഒരു ഹിന്ദുവായി ജനിക്കാൻ അനുഗ്രഹം ചൊരിയണമേ ഭാരതമാതാവേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ധന്യമായ ഈ വേദിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ 2 കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് ഒരൊറ്റ വ്യക്തി പോലും കോട്ടുവായ വിട്ടില്ല, ഒറ്റ വ്യക്തി പോലും കോട്ടുവായ. 2 ഒരാൾ പോലും വാച്ച് നോക്കിയില്ല. നിങ്ങൾ കോട്ടുവായ വിടുകയോ വാച്ച് നോക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, അത് ഗോപാലകൃഷ്ണൻ്റെ കുഴപ്പമാണ്. എനിക്കറിയാം. കാരണം പ്രഗത്ഭരായ വ്യക്തികളെ
നമ്മുടെ മേയർ, അല്ലെങ്കിൽ മേയറുടെ പ്രതിനിധിയായിട്ട് ഡെപ്യൂട്ടി മേയർ, MP, ഇവരെല്ലാം ഇവിടെ വന്ന് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വാച്ച് നോക്കി, 2.25 മിനിറ്റ് അവർ സംസാരിച്ചത്. 2.25 മിനിറ്റ്. അപ്പം 2.25 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ പരമാവധി 1 മണിക്കൂറോ മാത്രം കേൾക്കാൻ ക്ഷമയുള്ള നിങ്ങളിൽ ഒരാളും ഇത്രയും ദീർഘമായിട്ടുള്ളൊരു ക്ലാസ് വാച്ച് നോക്കാതെ കൂട്ടുവായ വിടാതെ കേൾക്കാനുള്ള വലിയ മനസ്സ് കാണിച്ചു എങ്കിൽ അത് ഗോപാലകൃഷ്ണൻ്റെ കഴിവല്ല, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. ഈ പൈതൃകത്തിൻ്റെ ആ പ്രവാഹത്തെ എൻ്റേതായ ഭാഷയിലൂടെ, ഈ മൈക്കിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഉപകരണം മാത്രം. നമ്മുടെ ജീവിതം ധന്യമാവട്ടെ. നമ്മുടെ മക്കൾക്ക് അനുഗ്രഹം ചൊരിയാനും അഭിനന്ദിക്കാനും ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും കൊടുക്കാനും അവരെ ശപിക്കാതിരിക്കാനും അവരെ അവഹേളിക്കാതിരിക്കാനും അവരെ അപകീർത്തിപ്പെടുത്താതിരിക്കാനും നമ്മളുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ഭാഗമായ മക്കളെ നമ്മളുടെ കുടുംബാന്തരീക്ഷത്തിൽ ധന്യമായി വളർത്താനും അവർക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് മക്കളുടെ കൂട്ടത്തിൽ സാധിക്കുന്നിടത്തോളം സമയമിരുന്ന് അവരെയും നല്ല മനസ്സും നല്ല ശരീരവുമുള്ളവരുമാക്കി തീർക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കേരളീയ ജനതയുടെ പ്രതിനിധികളായിട്ട് ലണ്ടനിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഗോപാലകൃഷ്ണൻ നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ചും കഴിഞ്ഞ അനവധി ആഴ്ചകളായിട്ട് ഈ ഒരു പ്രഭാഷണ പരിപാടി ആദ്യം തടസ്സപ്പെട്ടത് മുതൽക്ക് സൂചിമുനയിൽ നിൽക്കുന്ന കുറേ പ്രവർത്തകരുണ്ട്, ഉറങ്ങാത്ത പ്രവർത്തകർ. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരെ രാപ്പകൽ സപ്പോർട്ട് ചെയ്തവർക്കും അവർ ക്ഷണിച്ചു വരുത്തിയപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നവർക്കും എല്ലാം ജഗതീശ്വരനോടും ഭാരതമാതാവിനോടും ഋഷി പരമ്പരയോടും പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഇവർക്കെല്ലാം നൽകണമേ ജഗതീശ്വര എന്ന് ആ പ്രാർത്ഥന പറയുമ്പോഴും ഒരു വരി യൂട്യൂബിൽ നമ്മുടെ പൈതൃകം പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടാവാം, ഇഷ്ടപ്പെടാത്തതുണ്ടാവാം. വേണ്ടത് സ്വീകരിക്കുക. തേഴ്സ്ഡേ മെസ്സേജ് എല്ലാ ആഴ്ചയിലും അയക്കാറുണ്ട്. പുറത്തൊരു സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ തരികയാണെങ്കിൽ ഈ തേഴ്സ്ഡേ മെസ്സേജ് തുടങ്ങിയ മെസ്സേജസ് നിരന്തരം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ നാട്ടിലുള്ളവരുടെ മൊബൈൽ നമ്പറും സ്ഥലത്തിൻ്റെ പേരും എഴുതുകയാണെങ്കിൽ അവിടെ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ SMS വഴിക്ക് അവിടെ മെസ്സേജ് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ ലളിതമായ അമ്പലം ഏതായാലും 2018 ആഗസ്റ്റ് 15 പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. 2018 ആഗസ്റ്റ് 15 ഈ ക്ഷേത്രം അടിപൊളി ആഡംബരപൂർണമായ ക്ഷേത്രമല്ല, നല്ല വൃത്തിയുള്ള ധന്യമായ ഒരു പ്രാർത്ഥനാ ഹാളും ഒരു ശ്രീകോവിലും വന്നിരിക്കാനും പ്രാർത്ഥിക്കാനും പ്രഭാഷണങ്ങൾ നടത്താനും എല്ലാം സൗകര്യമുള്ള ആ ക്ഷേത്രം ഈ ഭാരതത്തിൽ നിന്ന് വന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെയും സഹകരണത്തോടുകൂടി നിങ്ങൾക്ക് പടുത്തുയർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വർഷവും മെയ് മാസം 1-2 തീയതികളിൽ ഇതുപോലെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനം ഇവിടെയോ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തികൾ അവരവരുടെ പ്രദേശത്തോ അതിഗംഭീരമായിട്ട് നടത്താൻ ശ്രമം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ധാരാളം വ്യക്തികൾ നിരന്തരം എതിർക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എങ്കിലേ അത് വളരുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓരോ എതിർപ്പും ഒരു സർജറിയാണ്, ഓരോ അഭിനന്ദനങ്ങളും ഒരു പിഴിച്ചിലാണ്. നമുക്ക് വേണ്ടത് സർജറിയാണ്. നെഗറ്റീവുകളെ മാറ്റാനുള്ള സർജറിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന്
നിരന്തരം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഭാരതത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ വരാൻ ജഗതീശ്വര അനുഗ്രഹമുണ്ടായ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.